വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഷോർട്ട് സീൻ, സീക്വൻസ്, കട്ട്സ് ആൻഡ് ട്രാൻസിഷൻസ്, സൂം, ഫെയ്ഡ് ഇൻ ആൻഡ് ഔട്ട്, ക്ലോസപ്പ്, മിസ് ആൻഡ് സീൻ, മൊണ്ടാഷ്. ഈ ടോപ്പിക്കൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ളത് ഷോട്ട് എന്താണെന്നാണ്. ഷോട്ട് എന്നുള്ളത് ഒരു സിംഗിൾ ടേക്കാണ്. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള തടസ്സമില്ലാത്തൊരു സിംഗിൾ ടേക്കാണ് ക്യാപ്ചേർഡ് ബൈ ദ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുള്ള ഒരു സിംഗിൾ ടേക്കാണ് ഷോട്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടർ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഫേസിൻ്റെ ക്ലോസപ്പ്, അതാണ് എക്സാമ്പിൾ എന്നുള്ളത്. ഇനി ഷോർട്സിൻ്റെ ടൈപ്സ് എന്നുള്ളത് വൈഡ് ഷോട്ട്, ക്ലോസപ്പ്, മീഡിയം ഷോട്ട്, ട്രാക്കിംഗ് ഷോട്ടൊക്കെയാണ് ഷോർട്സിൻ്റെ ടൈപ്സ് എന്നുള്ളത്. ഇനി സീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സീൻ എന്നുള്ളത് ഇസ് എ കളക്ഷൻ ഓഫ് ഷോർട്സിൻ്റെ ഒരു കളക്ഷനെയാണ് സീൻ എന്ന് പറയുന്നത്. ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ ലൊക്കേഷനിലും കണ്ടിന്യൂസ് ടൈമിലുള്ള ഒരു കളക്ഷൻ ഓഫ് ഷോർട്സിനെയാണ് സീൻ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കഫേയിൽ ഇരുന്നിട്ട് 2 ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്. അതിനെ ഷോ ചെയ്യുന്നുള്ളത് ഡിഫറെൻറ്റ് ആംഗിൾസിലൂടെയും ഷോർട്സിലൂടെയാണ്. അതാണ് ഈ ഒരു സീനിൻ്റെ എക്സാമ്പിൾ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് സീക്വൻസിനെ പറ്റിയിട്ടാണ്. സീക്വൻസ് എന്നുള്ളത് ഈസ് എ സീരീസ് ഓഫ് റിലേറ്റഡ് സീൻസ്. വ്യത്യസ്ത നറേറ്റീവ് യൂണിറ്റിലുള്ള സീരീസ് ഓഫ് റിലേറ്റഡ് സീൻസിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി കട്ട്സ് എന്നുള്ളത് ഒരു ഷോട്ടിൽ നിന്നും മറ്റൊരു ഷോട്ടിലേക്കുള്ള ഡയറക്റ്റ് ട്രാൻസിഷനെയാണ് കട്ട് എന്ന് പറയുന്നത്. ഈ ഒരു കട്ടിൻ്റെ പേർപ്പസ് എന്നുള്ളത് പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ, കാഴ്ചപ്പാട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടൈം പാസ് ചെയ്യുന്നുള്ളത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു കട്ട്സിൻ്റെ പേർപ്പസ് എന്നുള്ളത്, കട്ട്സ് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി ട്രാൻസിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ എന്നുള്ളത് ഒരു ഷോട്ടിൽ നിന്നും മറ്റൊരു ഷോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്കുള്ള മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ടെക്നിക്സാണ് ട്രാൻസിഷൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് സൂമിനെ പറ്റിയിട്ടാണ്. ഇതൊരു ക്യാമറ ടെക്നിക്കാണ്. വേർ ദ ലെൻസ് ചേഞ്ചസ് ഫോക്കൽ ലെങ്ത്ത്. ലെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കൽ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോക്കൽ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്നുള്ളത്? ടു മേക്ക് ദ സബ്ജക്റ്റ് അപ്പിയർ ക്ലോസർ. ആ ഒരു സബ്ജക്റ്റിൻ്റെ അപ്പിയർ ക്ലോസർ ആവാൻ വേണ്ടിയിട്ട് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു ക്യാമറ ടെക്നിക്കാണിത്. സൂമിൻ ക്ലോസറായിട്ടും ഈ ഒരു സബ്ജക്റ്റിനെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫർദർ അവേ വിത്തൗട്ട് ഫിസിക്കലി മൂവിങ് ദ ക്യാമറ ഫിസിക്കലി മൂവ് ചെയ്യാതെ തന്നെ സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ക്യാമറ ടെക്നിക്കാണ് സൂം എന്നുള്ളത്. ഇനി ഫെയ്ഡ് ഇൻ ഓർ ഫെയ്ഡ് ഔട്ട് എന്നുള്ളത്, ഈ ഒരു ഫെയ്ഡ് എന്നുള്ളത് ഗ്രാജുവലി റിവീൽ ചെയ്യുന്നുണ്ട് എ ഷോർട്ട് ഫ്രം ബ്ലാക്ക് അല്ലെങ്കിൽ വൈലെ ഫെയ്ഡ് ഔട്ട് എന്നുള്ളത് ഗ്രാജുവലി ട്രാൻസിഷൻസ് ദ ഷോർട്ട് ടു ബ്ലാക്ക് ആണ് ഈ ഒരു ഫെയ്ഡ് ഔട്ട് എന്നുള്ളത്. ഫെയ്ഡ് ഇൻ എന്നുള്ളത് ഷോർട്ട് ഫ്രം ബ്ലാക്ക് ആണ്. തന്നെ ഈ ഒരു ഫെയ്ഡ് ഇൻ അല്ലെങ്കിൽ ഫെയ്ഡ് ഔട്ടിൻ്റെ പേർപ്പസ് എന്നുള്ളത് പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളത് പാസേജ് ഓഫ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു സീനിൻ്റെ അല്ലെങ്കിൽ ഫിലിമിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നുള്ളത്? ഈ ഒരു ഫെയ്ഡ് ഇൻ അല്ലെങ്കിൽ ഫെയ്ഡ് ഔട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് ക്ലോസപ്പിനെ പറ്റിയിട്ടാണ്. ക്ലോസപ്പ് എന്നുള്ളത് എ ഷോട്ട് ദാറ്റ് ടൈറ്റ്ലി ഫ്രെയിംസ് എ പേഴ്സൺ. ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ടൈറ്റ്ലി ഫ്രെയിം ചെയ്യുന്നുള്ള ഷോട്ടാണ് ക്ലോസപ്പ് എന്നുള്ളത്. യൂഷ്വലി ഷോ ചെയ്യുന്നുള്ളത് ഓൺലി ദ ഫേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിൽ ആയിരിക്കും ഓൺലി ഷോ ചെയ്യുന്നുള്ളത്. ഇനി പേർപ്പസ് എന്ന് വെച്ചാൽ ഈ ഒരു ക്ലോസപ്പിൻ്റെ പേർപ്പസ്, ലക്ഷ്യം എന്താണ്? ഇമോഷൻ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മിസ് ആൻഡ് സീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എവറിത്തിങ് വിസിബിൾ ഇൻ ദ ഫ്രെയിം ഇൻക്ലൂഡിങ് ഫ്രെയിമിലെല്ലാം വിസിബിൾ ആയിരിക്കും. സെറ്റിങ്, ലൈറ്റിങ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രോപ്സ്, ആക്ടർ മൂവ്മെൻറ്റ്, കമ്പോസിഷൻ, ഇതൊക്കെ ഫ്രെയിമിൽ വിസിബിൾ ആവുന്നതാണ് ഈ ഒരു മിസ് ആൻഡ് സീൻ എന്നുള്ളത്. ഇനി മിസ് ആൻഡ് സീനിൻ്റെ പേർപ്പസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മീനിങ്, സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തീംസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് മിസ് ആൻഡ് സീനിൽ. ഇനി മൊണ്ടാഷ് എന്നുള്ളത് എ സീരീസ് ഓഫ് ഷോർട്ട്സ് എഡിറ്റഡ് ടുഗദർ ടു കണ്ടൻസ്ഡ്. ഷോർട്ടായിട്ടുള്ള ഷോർട്സ് ഒന്നിച്ച് എഡിറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ് മൊണ്ടാഷ് എന്നുള്ളത്. പ്രോഗ്രസ് ഷോ ചെയ്യുന്നുണ്ട്, ഇമോഷണൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൊണ്ടാഷിൻ്റെ പേർപ്പസ്, ലക്ഷ്യം എന്നുള്ളത്
പാസേജ് ഓഫ് ടൈം ഷോ ചെയ്യുക, അതുപോലെ തന്നെ എനർജി ബിൽഡ് ചെയ്യുക, വിഷ്വൽ സമ്മറി ഡെലിവർ ചെയ്യുക. ഇതൊക്കെയാണ് മൊണ്ടാഷിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ.